സഹസ്രാബ്ദങ്ങൾ നീണ്ട സംസ്കാരത്തിന്റെ കഥ പറയാനുണ്ട് ഇന്നത്തെ ഇറാൻ എന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്. BC 550 അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള 1550 ആണ്ടിൽ സൈറസ് ചക്രവർത്തി സ്ഥാപിച്ചതാണ് പേർഷ്യൻ സാമ്രാജ്യം. അത് കാലാകാലങ്ങളായി പലതരം വൈദേശിക അധിനിവേശത്തിനും ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ചാണ് ഇന്ന് കാണുന്ന ഇറാനായി മാറിയത്. 6000-ഓ 7000-ഓ വർഷത്തോളം പഴക്കമുള്ള പഴയ നാഗരിക സംസ്കാരത്തിന്റെ ശേഷിപ്പാണ് ഇന്നത്തെ ഇറാൻ. ഗ്രീക്ക്, അറബി, തുർക്കി, മംഗോളിയൻ അധിനിവേശങ്ങളെ എല്ലാം അതിജീവിച്ച് ഇറാന്റെ പേർഷ്യൻ ഭാഷയും സംസ്കാരവും ഇന്നും നിലനിന്നു പോരുന്നു. കാലങ്ങൾക്കിപ്പുറം ഇന്നും ഇറാനിയൻ ജനങ്ങളുടെ മേലുള്ള വൈദേശിക അധിനിവേശത്തിന് അവസാനമായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ US ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങളും ഇറാന്റെ പോരാട്ടവും. ചരിത്രത്തിൽ ഉടനീളമുള്ള യുദ്ധങ്ങളിൽ നാഗരികത തകർന്ന് തരിപ്പണമായപ്പോഴും സഹസ്രാബ്ദങ്ങൾക്കിപ്പുറവും പേർഷ്യൻ ഭാഷയും സംസ്കാരവും നിലനിന്നു പോരുന്നു. അഥവാ അധിനിവേശങ്ങളുടെയും രാഷ്ട്രീയ തകർച്ചകളുടെയും നടുവിലും സ്വന്തം ഭാഷ, കല, സാഹിത്യം എന്നിവയെ ചേർത്തു പിടിച്ചുകൊണ്ട് സംസ്കാരത്തെ വീണ്ടെടുക്കാൻ കഴിഞ്ഞതാണ് ഇറാന്റെ ചരിത്രപരമായ അതിജീവനം. മധ്യ ഏഷ്യയെയും മെസപ്പൊട്ടോമിയയെയും ബന്ധിപ്പിക്കുന്ന അതിനിർണായകമായ ഭൂപ്രദേശമായിരുന്നു പഴയ പേർഷ്യ എന്ന ഇന്നത്തെ ഇറാൻ. സാഗ്രോസ്, അൽബോർസ് പർവ്വതനിരകളും ഉപ്പ് മരുഭൂമികളും നിറഞ്ഞ പീഠഭൂമി. BC 550 ബൃഹത്തായ പേർഷ്യൻ സാമ്രാജ്യം സൈറസ് ചക്രവർത്തി സ്ഥാപിച്ചതു മുതൽ അധിനിവേശത്തിന്റെയും അതിജീവനത്തിന്റെയും പോരാട്ട നാളുകളായിരുന്നു. ഇപ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ അമേരിക്ക നടത്തുന്ന ആക്രമണം ഉൾപ്പെടെ ഇറാൻ നേരിടുന്ന ആക്രമണങ്ങളുടെയും അതിജീവന പോരാട്ടങ്ങളുടെയും കഥയാണ് ഈ വീഡിയോ. സൈറസ് ചക്രവർത്തി പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചതിന് മുന്നേ BC 3000 മുതൽ തന്നെ പേർഷ്യൻ സംസ്കാരത്തിന് അടിത്തറ പാകപ്പെട്ടിരുന്നു. BC 3000 ഇലാം നാഗരികതയും BC 1500 ഇൻഡോ ആര്യൻ ജനവിഭാഗങ്ങളായ മീഡുകളും പേർഷ്യക്കാരും ചേർന്ന് പേർഷ്യൻ സംസ്കാരത്തിന് അടിത്തറയിട്ടു. പേർഷ്യൻ സംസ്കാരത്തിൽ ആദ്യത്തെ ഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നത് ഡയോസസ് ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച മീഡിയൻ സാമ്രാജ്യമായിരുന്നു. നൂറ്റാണ്ടുകൾക്കപ്പുറം മീഡിയൻ ഭരണാധികാരികളെ തോൽപ്പിച്ചുവെങ്കിലും സൈറസ് ചക്രവർത്തി ഹക്കാമനീഷ്യ തദ്ദേശീയരെയും കീഴടക്കിയ പ്രദേശങ്ങളെയും അടിമപ്പെടുത്തിയില്ല. പകരം അവരുടെ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് സാമ്രാജ്യമുണ്ടാക്കി. പിന്നീട് ബാബിലോണും കീഴടക്കിയ സൈറസ്, പിന്നാലെ സൈറസ് സിലിണ്ടർ എന്ന പേരിൽ മാനവികാവകാശങ്ങളുടെ ആദ്യ രേഖയും പുറപ്പെടുവിച്ചു. സൈറസിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം നയിച്ച ദാരിയസ് ഒന്നാമൻ സാമ്രാജ്യത്തെ വിവിധ സാത്രപികൾ അഥവാ പ്രവിശ്യകളാക്കി വിഭജിച്ച് ഓരോ പ്രവിശ്യകളുടെയും ഭരണം അതാത് നാട്ടുപ്രദേശത്തെ ഭരണാധികാരികൾക്ക് നൽകി. ഇത്തരം പ്രവിശ്യകൾ നിശ്ചിത കപ്പം നൽകുന്ന ഭരണമേഖലകളായി പ്രവർത്തിച്ചു. പക്ഷേ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടി ഊന്നൽ നൽകി ദാരിയസ് ഒന്നാമൻ സാമ്രാജ്യത്തെ കൂടുതൽ സുശക്തമാക്കി. റോയൽ റോഡ് എന്ന പേരിൽ ദാരിയസ് ഒന്നാമൻ റോഡുകൾ നിർമ്മിച്ചു. ഏകീകൃത നാണയം പുറത്തിറക്കി. ഹക്കാമനീഷ്യൻ സാമ്രാജ്യകാലത്തെ അധീന പ്രദേശങ്ങളെക്കുറിച്ചും ദാരിയസിന്റെ അധികാര ലബ്ധിയെക്കുറിച്ചും അക്കാലത്ത് സാമ്രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലെ രാഷ്ട്രീയാവസ്ഥയെക്കുറിച്ചുമെല്ലാം വിവരം നൽകുന്ന ബഹിസ്തുൻ ശിലാശാസനവും ദാരിയസ് ഒന്നാമന്റെ സംഭാവനയാണ്. എലമൈറ്റ്, അക്കാഡിയൻ, പുരാതന പേർഷ്യൻ എന്നീ 3 ഭാഷകളിൽ രേഖപ്പെടുത്തപ്പെട്ട ബഹിസ്തുൻ ശിലാശാസനം പിന്നീട് പടിഞ്ഞാറൻ ഇറാനിലെ കെർമൻഷാ പട്ടണത്തിനടുത്തുള്ള ബഹിസ്തുൻ കൊടുമുടിയിൽ നിന്ന് കണ്ടെടുക്കപ്പെടുകയും ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. BC 330 വരെ നീണ്ടുനിന്ന ഹക്കമനീഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണം അലക്സാണ്ടർ ചക്രവർത്തി ദാരിയസ് മൂന്നാമനെ തോൽപ്പിച്ച് ദാരിയസ് ഒന്നാമൻ നിർമ്മിച്ച പെർസെപോളിസ് കൊട്ടാരം അഗ്നിക്കിരയാക്കിയതോടെ അവസാനിച്ചു. അലക്സാണ്ടറുടെ അധിനിവേശത്തിന് ശേഷം ഗ്രീക്ക് സ്വാധീനം നിലനിന്ന സെലൂക്കിഡ് കാലഘട്ടവും തുടർന്ന് പാർഥ്യൻ സാമ്രാജ്യവും നിലവിൽ വന്നു. ഈ 2 സാമ്രാജ്യങ്ങളും റോമക്കാരുമായി കാർഹേ യുദ്ധം അടക്കം എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തി. പിന്നീട് BC 224 അർദാഷർ ഒന്നാമൻ സസാനിഡ് സാമ്രാജ്യം സ്ഥാപിക്കുകയും സൊറോസ്ട്രിയൻ മതം ഔദ്യോഗിക മതമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് റോമൻ അധിനിവേശവും അതിനുശേഷം റോമൻ ചക്രവർത്തി വലേറിയനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഷാപ്പൂർ ഒന്നാമനും പിന്നീട് ഖോസ്രോ ഒന്നാമനും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ നയിച്ചിട്ടുണ്ട്. CE 636 അഥവാ AD 636 മുതലാണ് ഇസ്ലാമിക അധിനിവേശം പേർഷ്യയിൽ ആരംഭിക്കുന്നത്.
മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പുനരുജ്ജീവനവും ഇവിടെ മുതലായിരുന്നു. CE 636 അൽ ഖാദിസിയ യുദ്ധത്തിലും 642 നവാഹന്ത് യുദ്ധത്തിലും സസാനിഡ് സാമ്രാജ്യം പരാജയപ്പെട്ടു. അതോടെ പേർഷ്യയിൽ ഇസ്ലാം മതം വ്യാപിക്കുകയും ചെയ്തു. AD 750 അബ്ബാസിദ് വിപ്ലവത്തോടെ പേർഷ്യൻ സ്വാധീനം വർദ്ധിക്കുകയും ബാഗ്ദാദ് കേന്ദ്രമായി പേർഷ്യൻ ഭരണരീതികൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇക്കാലഘട്ടത്തിലാണ് ഫിർദൌസി പേർഷ്യൻ ഇതിഹാസമായ ഷാ നാമെ രചിക്കുന്നത്. ഇബിൻ സിന, അൽ ബിറുണി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ ജീവിച്ചതും ഇക്കാലഘട്ടത്തിലായിരുന്നു. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് മംഗോളിയൻ അധിനിവേശം പേർഷ്യൻ മണ്ണിലേക്ക് കടക്കുന്നത്. 1219 ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മംഗോളിയർ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും പ്രധാന നഗരങ്ങളും ജലസേചന സംവിധാനങ്ങളും തകർക്കുകയും ചെയ്തു. ശേഷം ക്രൂരനായ ആക്രമണകാരിയായ തിമൂറും പേർഷ്യൻ സാമ്രാജ്യത്തിൽ വലിയ നഗരങ്ങളടക്കം നശിപ്പിച്ചുവെങ്കിലും മിനിയേച്ചർ ചിത്രകലയും വാസ്തുവിദ്യയും വികസിപ്പിച്ച് കലാസാംസ്കാരിക രംഗങ്ങളിൽ വികാസമുണ്ടാക്കി. 1500കളിലാണ് സഫാവിദ് സാമ്രാജ്യത്തിന്റെയും ഒപ്പം ഇന്ന് കാണുന്ന നിലയിലുള്ള ഷിയ ഇസ്ലാമിന്റെയും ഉദയം. 1501 ഷാ ഇസ്മായിൽ സഫാവിദ് വംശം സ്ഥാപിക്കുകയും ഷിയ ഇസ്ലാം ഔദ്യോഗിക മതമാക്കുകയും ചെയ്തു. ഷാ അബ്ബാസ് ഒന്നാമന്റെ കാലഘട്ടത്തിൽ ഇസ്ഫഹാൻ നഗരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ തലസ്ഥാനമാക്കി മാറ്റി. 1739 നാദിർ ഷാ ഡൽഹി ആക്രമിക്കുകയും മയൂര സിംഹാസനവും കൊഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 19-20 നൂറ്റാണ്ടുകളിൽ റഷ്യൻ ബ്രിട്ടീഷ് കൊളോണിയൻ ആധിപത്യങ്ങൾ ഇറാനിലെത്തി. ഇത് വലിയ പ്രാദേശിക നഷ്ടങ്ങൾക്കും ഭരണഘടനാ വിപ്ലവത്തിനും കാരണമായി. 1891 ബ്രിട്ടീഷ് കുത്തകയ്ക്കെതിരെ നടന്ന പുകയില പ്രക്ഷോഭം ജനകീയ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ തന്നെ സമ്പൂർണ്ണ രാജഭരണത്തിനെതിരെ ജനകീയ മുന്നേറ്റങ്ങൾ ഇറാനിൽ ആരംഭിച്ചിരുന്നു. 1906 നടന്ന ഭരണഘടനാ വിപ്ലവം ഇതിനുദാഹരണമാണ്. വിദേശ സമ്മർദ്ദങ്ങളോടും ദുർബലമായ സർക്കാരിനോടുമുള്ള വ്യാപകമായ അതൃപ്തിയിൽ നിന്ന് ഉടലെടുത്ത ഭരണഘടനാ വിപ്ലവത്തിൽ മതനേതാക്കൾ, തൊഴിലാളികൾ, പരിഷ്കർത്താക്കൾ, വ്യാപാരികൾ എന്നിവരുൾപ്പെടെ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഒന്നിച്ചണിനിരന്നു. വിപ്ലവം ഇന്നത്തെ ഇറാന് ഒരു ഭരണഘടനയും പാർലമെന്റും സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ചുവെങ്കിലും സാമ്പത്തിക തകർച്ചയും 1-ാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കവും അതിന്റെ പൂർണ്ണ സ്വാധീനം പരിമിതപ്പെടുത്തി. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഷാ മുസാഫർ അൽ ദിൻ 1906 ഡിസംബറിൽ ആദ്യത്തെ ദേശീയ പാർലമെന്റായ മജ്ലിസ് രൂപീകരിക്കാൻ അനുമതി നൽകി. 1906 ഡിസംബർ 30 രാജ്യത്തിന്റെ ആദ്യത്തെ അടിസ്ഥാന നിയമങ്ങളായ ഭരണഘടനയിൽ ഷാ മുഹമ്മദ് ഒപ്പുവെക്കുകയും ചെയ്തതോടെ പേർഷ്യ ഒരു ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്ക് മാറി. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് അമേരിക്കൻ അധിനിവേശത്തോട് ചേർന്ന് പഹ്ലവി രാജവംശം ഇറാൻ ഭരണം ഏറ്റെടുക്കുന്നത്. 1953 ഇത്. 1951 മുഹമ്മദ് മൊസാദേഗ് ആയിരുന്നു ഇറാൻ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി. അന്ന് മൊസാദേഗ് എണ്ണ വ്യവസായം ദേശസാൽക്കരിച്ചു. പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പങ്കാളിയാകാനും മൊസാദേഗ് നീക്കം നടത്തി. ഇതിനൊക്കെ എതിരെയാണ് 1953 ഓഗസ്റ്റിൽ CIA-യും ബ്രിട്ടീഷ് ഇന്റലിജൻസും മൊസാദേഗ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ രഹസ്യ നീക്കം നടത്തിയത്. CIA ധനസഹായം നൽകിയ ഏജന്റുമാർ തെറ്റായ വിവരങ്ങളിലൂടെ അശാന്തി സൃഷ്ടിച്ചു. മതരാഷ്ട്രീയ നേതാക്കൾക്ക് കൈക്കൂലി നൽകി. തെരുവ് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. സർക്കാരിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ സമാന മനോഭാവമുള്ള സൈനിക ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചു. അങ്ങനെ ഓഗസ്റ്റ് 19 മൊസാദേഗ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും ജീവിതകാലം മുഴുവൻ വീട്ടുതടങ്കലിൽ കഴിയുകയും ചെയ്തു. ഇവിടെ മുതലാണ് പഹ്ലവി രാജവംശം സ്ഥാപിക്കപ്പെടുന്നത്. ഈ രാഷ്ട്രീയ അട്ടിമറി അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തുവെങ്കിലും അമേരിക്കൻ അധിനിവേശം അതിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര അവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. ഇറാനിലെ ദുർബലമായ ഭരണഘടനാ രാജാവായിരുന്ന മുഹമ്മദ് റസ ഷാ പഹ്ലവിയെ അധികാരത്തിൽ പുനഃസ്ഥാപിച്ച് റബ്ബർ സ്റ്റാമ്പ് ഭരണം നടത്തുകയായിരുന്നു അമേരിക്ക. അട്ടിമറിക്ക് ശേഷമുള്ള വർഷങ്ങളിൽ ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ വ്യാപനം, സ്ത്രീകളുടെ വോട്ടവകാശം തുടങ്ങി ആധുനികവൽക്കരണത്തിന്റെയും പാശ്ചാത്യവൽക്കരണത്തിന്റെയും പാതയിലായിരുന്നു ഷാ ഭരണകൂടമെങ്കിലും തന്റെ ഏകാധിപത്യം സ്ഥാപിക്കാനായിരുന്നു ഷാ ഭരണകൂടവും ശ്രമിച്ചത്. തനിക്കെതിരായ എതിർപ്പിനെ അടിച്ചമർത്താനും സ്വേച്ഛാധിപത്യ ശക്തി ഏകീകരിക്കാനും മുഹമ്മദ് റസ ഷാ പഹ്ലവി ശ്രമിച്ചു. 1957 പൗരനിരീക്ഷണവും അടിച്ചമർത്തലും സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് മുഹമ്മദ് റസ പഹ്ലവി ഇറാന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ സേവനമായ സാവകിന് ജന്മം നൽകി. ഇതുകൂടിയായതോടെ ഷാ ഭരണത്തോടുള്ള എതിർപ്പ് കൂടിക്കൂടി വന്നു. രാഷ്ട്രീയ ജീവിതം നിയന്ത്രിക്കാനുള്ള രാജവാഴ്ചയുടെ ശ്രമങ്ങൾ മതശൃംഖലകളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നതിൽ ഫലപ്രദമായിരുന്നില്ല.
1970കളുടെ അവസാനത്തോടെ റസ ഷാ പഹലവിക്കെതിരെ എതിർപ്പുകൾ വ്യാപകമായി. ഇത് മതേതര ബുദ്ധികൾ, വ്യാപാരികൾ, വിദ്യാർത്ഥികൾ, ഇടതുപക്ഷക്കാർ, പുരോഹിതന്മാർ എന്നിവരുടെ വിശാലമായ സഖ്യത്തിന് കോപ്പുകൂട്ടി. ഷിയ പുരോഹിതനായ ആയത്തുള്ള റൂഹുല്ല ഖമനിയായിരുന്നു വിപ്ലവത്തിന്റെ കേന്ദ്രബിന്ദു. 1979 ആയപ്പോഴേക്കും സൈന്യത്തിനുള്ളിലെ ബഹുജന പ്രതിഷേധങ്ങൾക്കും പണിമുടക്കുകൾക്കും കൂറുമാറ്റങ്ങൾക്കുമിടയിൽ പഹ്ലവി രാജവംശം തകരുകയും ചെയ്തു. അതിനൊക്കെ മുൻപ് തന്നെ ഷാ നടപ്പിലാക്കിയ അതിവേഗത്തിലുള്ള പാശ്ചാത്യവൽക്കരണവും സാമ്പത്തിക പരിഷ്കാരങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാരെയും യാഥാസ്ഥിതിക സമൂഹത്തെയും പ്രകോപിപ്പിച്ചിരുന്നു. എണ്ണവില വർദ്ധിച്ച് വരുമാനം വർദ്ധിച്ചുവെങ്കിലും അതിൻ്റെ പ്രയോജനം സാധാരണക്കാരിലേക്ക് എത്താതെ സാമ്പത്തിക അസമത്വവും രൂപപ്പെട്ടു. വൻതോതിലുള്ള അഴിമതിയും പണപ്പെരുപ്പവും ജനങ്ങളെ ദുരിതത്തിലാക്കി. ഷായുടെ രഹസ്യ പോലീസ് സാവക് പ്രതിപക്ഷ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുകകൂടി ചെയ്തതോടെ ജനങ്ങൾ അതിവേഗത്തിൽ ഷാ ഭരണകൂടത്തിനെതിരെ ഒന്നിച്ചു തുടങ്ങി. 1977-78 കാലഘട്ടത്തിൽ ഷായുടെ ഭരണകൂടത്തിനെതിരെ വിദ്യാർത്ഥികളും മതനേതാക്കളും വ്യാപാരികളും ചേർന്നുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം ആരംഭിച്ചു. 1978 സെപ്റ്റംബറിലാണ് ഒരു വെള്ളിയാഴ്ച പ്രതിഷേധിച്ച നൂറുകണക്കിന് ആളുകളെ ഷായുടെ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയ കറുത്ത വെള്ളി സംഭവിക്കുന്നു. ഇത് ജനരോഷം ഇരട്ടിയാക്കി. പ്രതിഷേധം നിയന്ത്രണാതീതമായതോടെ മുഹമ്മദ് റസ ഷാ പഹലവി 1979 ജനുവരി 16 ഇറാന്റെ മണ്ണ് വിട്ട് ഓടിപ്പോയി. പ്രക്ഷോഭകാലത്ത് ഫ്രാൻസിലേക്ക് നാടുകടത്തപ്പെട്ടിരുന്ന ആയത്തുള്ള റൂഹുല്ല ഖൊമേനി 1979 ഫെബ്രുവരി 1 ഇറാനിലേക്ക് തിരിച്ചെത്തി. ഇറാൻ ജനത അദ്ദേഹത്തെ വിപ്ലവ നായകനായി ചിത്രീകരിക്കുകയും വൻ വരവേൽപ്പ് നൽകുകയും ചെയ്തു. 1979 ഇസ്ലാമിക വിപ്ലവം മിഡിൽ ഈസ്റ്റിന്റെയും അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ഭൂപ്രകൃതിയെ അടിസ്ഥാനപരമായി പുനർനിർമ്മിക്കുന്ന ഒന്നായിരുന്നു. ഖമനിയുടെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞാൽ, ഇറാനിലെ രാഷ്ട്രീയ പദ്ധതി ഇസ്ലാമിന്റെ മഹത്തായ ലോകത്തിന്റെ വിപ്ലവത്തിന്റെ ആരംഭ പോയിന്റ് മാത്രമായിരുന്നു. ആഭ്യന്തര അനിശ്ചിതത്വങ്ങളിൽ പോലും മേഖലയിൽ ഉടനീളമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുക എന്നത് അന്നുമുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രപരവും ഭരണഘടനാപരവുമായ പ്രതിബദ്ധതയായി മാറി. 1979 ഏപ്രിലിൽ നടന്ന ഹിതപരിശോധനയിലൂടെ ഇറാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ആയത്തുള്ള റൂഹുല്ല ഖൊമനി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അന്നുമുതൽ ഇറാന്റെ വിദേശ നയത്തിലും കാതലായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. റസ പഹ്ലവിക്ക് അമേരിക്കൻ അനുകൂല നയമായിരുന്നുവെങ്കിൽ ഇറാന്റെ ഇസ്ലാമിക് ഭരണകൂടത്തിന് അമേരിക്കൻ വിരുദ്ധ നയമായിരുന്നു. 1979 US എംബസി ആക്രമിച്ച് 52 അമേരിക്കൻ എംബസി ഉദ്യോഗസ്ഥരെ 444 ദിവസം ബന്ദികളാക്കി പാർപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. ഇറാന്റെ പുതിയ ഇസ്ലാമിക ഭരണം തങ്ങളുടെ രാജ്യങ്ങളിലേക്കും പടരുമെന്ന് ഭയന്ന് ഇറാഖ്, സൗദി ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഇറാനുമായി ശത്രുതയിലായി. ഷികൾ ഏറെയുണ്ടായിരുന്ന ഇറാഖുമായി 1980 യുദ്ധവുമുണ്ടായി. അതിർത്തി തർക്കങ്ങളും 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇറാന്റെ ഇസ്ലാമിക ഭരണത്തെക്കുറിച്ചുള്ള ആധികളും ഇറാഖിൽ ഖൊമനി ഷിയ പ്രക്ഷോഭങ്ങൾക്ക് ആഹ്വാനം ചെയ്തതും ഇറാൻ യുദ്ധത്തിന് നാന്ദിയുറയ്ക്കലായി. വിപ്ലവാനന്തര ഇറാനിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുത്ത് ആധിപത്യം സ്ഥാപിക്കാനായിരുന്നു സദ്ദാം ഹുസൈന്റെ ശ്രമം. ഇതാണ് 1980 മുതൽ 1988 വരെ നീളുന്ന 8 വർഷത്തെ ഇറാഖ് യുദ്ധത്തിലേക്ക് നയിച്ചത്. 1980 സെപ്റ്റംബറിൽ ഇറാനിലേക്ക് സൈന്യത്തെ അയച്ചു. 2 വർഷത്തിനകം സദ്ദാമിന്റെ സൈന്യം ഇറാന്റെ പല പ്രദേശങ്ങളും പിടിച്ചടക്കി. 1982 ആയപ്പോഴേക്കും ഇറാൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും സ്വന്തം പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു. അവസാനം ഇരുപക്ഷത്തും വൻ നാശനഷ്ടങ്ങൾക്ക് ശേഷം 1988 ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെയാണ് യുദ്ധം അവസാനിച്ചത്. 8 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും വ്യക്തമായ വിജയം ആർക്കും ലഭിക്കാതെ യുദ്ധം ഒരു സമനിലയിൽ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും. 5 ലക്ഷം മുതൽ 1 ദശലക്ഷം വരെ ആളുകൾ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നതും യുദ്ധശേഷിപ്പായി കാണാം. ഇന്ന് സമാനമായ മറ്റൊരു യുദ്ധത്തിലാണ് ഇറാൻ. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ അമേരിക്ക ഇറാന് നേരെ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനാകാതെ ഇറാനും അമേരിക്കയും കുടുങ്ങിക്കിടക്കുന്നു. ആണവക്കരാർ എന്ന ലക്ഷ്യം പറഞ്ഞ് അമേരിക്ക തുടങ്ങിയ യുദ്ധം ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്നത് ഹോർമുസ് കടലിടുക്കിലാണ്. ഇനി അടുത്ത ലക്ഷ്യം പ്രഖ്യാപനം എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം.